കൊണ്ടാനത്ത് വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. ഡോക്ടർ ഷാഹിദയ്ക്ക് വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡോക്ടർ ഷാഹിദ നടപടിക്രമങ്ങൾ പാലിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരണങ്ങൾ എടുത്തോ എന്ന് നഴ്സിനോട് ഷാഹിദ ചോദിച്ചിരുന്നു. എടുത്തെന്ന് നഴ്സ് മറുപടി നൽകിയ ശേഷമാണ് തുന്നലിട്ടതെന്നും ആരോഗ്യ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് വീണ്ടും ചേരുകയാണ്. പ്രശാന്ത്, അപ്പോൾ കുറ്റം പഴിയും ഒക്കെ നഴ്സിലേക്കാണോ ഇനി പോകുന്നത്? ഡോക്ടർ സേഫായി? ശ്യാം, തീർച്ചയായും ഡോക്ടറെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഡോക്ടർക്ക് ഷാഹിദയ്ക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളായിരുന്നു നേരത്തെയും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അന്വേഷണം നടത്തിയതിനു ശേഷം വരുന്ന റിപ്പോർട്ടിലും ഇതുതന്നെയാണ് പറയുന്നത്. ഷാഹിനയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തെറ്റും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പിഴവും ഉണ്ടായിട്ടില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. നഴ്സിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിരുന്നു. ആ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് തുന്നലിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിലായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ആരുടെ കുറ്റമാണെന്ന് വരുമ്പോൾ അത് നഴ്സിൻ്റെ നിലയിലേക്ക് കുറ്റം ചെയ്യുമാറിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റം ചാർത്തിക്കൊണ്ട് ഈ ഡോക്ടറെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയവും വരുന്നുണ്ട്. എന്തായാലും ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നു. നമുക്ക് ഒന്നും രണ്ടും കേസല്ല, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. നിരവധി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷിക്കൽ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാതെ ഇങ്ങനെ വെള്ളപൂശുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ കേസിലും അത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു രോഗിയുടെ വയറ്റിൽ അവർ 5 കൊല്ലമാണ് ഈ കത്രികയും ചുമന്ന് ജീവിച്ചത്, ആ വേദന സഹിച്ച് ജീവിച്ചത്. അതുപോലും മാനിക്കാതെയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഇതെല്ലാം ആരെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും ഗുരുതര സ്വഭാവമുള്ളൊരു കേസുണ്ടായിട്ട് 5 കൊല്ലത്തിലധികം ഈ യുവതി ഇത്തരത്തിൽ കത്രികയുമായി ശരീരത്തിൽ കത്രികയുമായി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരാളോട് കാണിക്കുന്ന നീതികേടായിട്ട് വേണം ഇതിനെ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഡോക്ടറെ പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ട്, ഡോക്ടറെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ട്, എന്നാൽ നഴ്സിന്റെ തലയിലേക്ക് ഈ കുറ്റം മുഴുവൻ ചാർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാഹിയുടെ ഭാഗത്തു നിന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഈ ഓപ്പറേഷന് ശേഷവും ഇത്തരത്തിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നഴ്സിനോട് ചോദിച്ചു ഉറപ്പ് വരുത്തിയ ശേഷമാണ് തുന്നലിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.